ഇപ്പോഴും 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇതാ എക്സാം അടുത്തു. എക്സാമിന് വേണ്ടി നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. കാരണം എന്താണ്, 10th എല്ലാവരും പറഞ്ഞിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല റിസൾട്ട് ഇല്ലയെന്നാണെങ്കിൽ ഭാവി മൊത്തം പോയി, ഇതാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ്. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നവരാണ് എല്ലാവരും. സ്കൂളുകളിൽ ഏതൊരു മോട്ടിവേഷൻ ക്ലാസ് നടന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് പാരൻസ് മീറ്റിങ്ങിൻ്റെ സമയത്ത് ടീച്ചേഴ്സ് പറയുന്നു, നിങ്ങളോട് ഓരോ തവണ പറയുന്നു ഇത് തന്നെയാണ്, ഇതാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ്. ഒരു കണക്കെ ചിന്തിക്കുമ്പോൾ അത് സത്യമാണ്. പക്ഷെ മറിച്ച് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇവിടുന്ന് ചെറിയൊരു ടേണിംഗ് മാത്രം. ലൈഫിൻ്റെ ഏറ്റവും വലിയ സംഭവിക്കുന്ന ഇനിയുള്ള സമയങ്ങളിലാണ്. പലപ്പോഴും പല പാരൻസും നമ്മുടെ കുട്ടിക്ക് ഫുൾ A+ കിട്ടുകയെന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം ബാക്കി മുന്നോട്ടേക്ക് അവൻ എന്ത് അവൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് പല പാരൻസും അറിയാതെ പോകുന്നുണ്ട്. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, പാരൻസ് ആണെങ്കിലും കുട്ടിയാണെങ്കിലും, നമ്മുടെ മക്കൾ 10th ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവൻ്റെ ഇനിയുള്ള 2 വർഷങ്ങൾ മുന്നോട്ടേക്ക് എങ്ങനെ, ഇതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കുട്ടീൻ്റെയും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ 2 വർഷങ്ങളാണ്. 10th കഴിഞ്ഞിട്ടുള്ള +1ഉം +2. ഈ +1ഉം +2 നമ്മുടെ മുന്നിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ കുട്ടീനെ നോർമലി സാധാരണ നാട്ടിലുള്ള സ്കൂളുകളിലേക്ക് വിടാം. അവിടുന്ന് കുട്ടിക്ക് 11th 12th നല്ല രീതിയിൽ തന്നെ സ്കൂളിലുള്ള എല്ലാ അടിച്ചുപൊളികളെല്ലാം കിട്ടും, അത്യാവശ്യം നല്ല സ്കോറുമായിട്ട് ഇറങ്ങാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വർഷങ്ങൾ കളയാം. ഇതല്ലാതെ വേറൊരു ഓപ്ഷനാണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച്. പല പാരൻസിനും ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th കഴിഞ്ഞ കുട്ടികൾ നേരെ ഞങ്ങളുടെ കൂടെ വരിക. ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ മക്കളുടെ ആഗ്രഹം ഒരു ഡോക്ടർ ആവാനാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാനാണ്, അല്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് 11th 12th ഞങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ കുട്ടികളെ ചേർക്കുക. ഇവിടുത്തെ അധ്യാപകർ തന്നെ മുഴുവനായിട്ട് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ചെയ്യും. ഫൈനലി അവർക്ക് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് തന്നെ, ഗവൺമെൻറ് സ്കൂളിൽ എങ്ങനെയാണോ അവിടെ പഠിക്കുന്ന കുട്ടികൾ കിട്ടുന്ന അതേ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. അവർ ഈ 2 വർഷം കൊണ്ട് അവർക്ക് ബാക്കി ആഘോഷങ്ങളില്ല, ഒന്നുമില്ല, അവർ ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് പഠിക്കുകയാണ്. ആ പഠിച്ച നമ്മുടെ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്നറിയോ? 2 കൊല്ലം കഴിയുമ്പോൾ 11th 12th കഴിയുമ്പോൾ ഒരു റിപ്പീറ്റ് വേണ്ട, റിപ്പീറ്റ് വേണ്ട, സൂപ്പർ റിപ്പീറ്റ് വേണ്ട, ഇതൊന്നുമില്ലാതെ തന്നെ നമ്മുടെ കുട്ടികൾ ഡയറക്റ്റായിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സിൽ അഡ്മിഷൻ വാങ്ങിക്കും. ചിലപ്പോൾ MBBS ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിലായിരിക്കും. എയിംസ് സ്വപ്നം കാണുന്ന കുട്ടികളുണ്ടെന്നാണെങ്കിൽ എയിംസ് ഡൽഹി വരെ എത്തിക്കാൻ നമുക്ക് ഈ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് കൊണ്ട് സാധിക്കും. ഇനി അടുത്ത പറയട്ടെ, ഇതേപോലെ തന്നെ നിങ്ങളുടെ കുട്ടി NIT IIT മദ്രാസ് പോലെ സ്വപ്നം കാണുന്നുണ്ടെന്നാണെങ്കിൽ ഈ 2 വർഷം ധാരാളം മതി. ഈ 2 വർഷം കൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ ലൈഫ് സെറ്റാക്കാൻ ഞങ്ങൾ റെഡിയാണ് ഇവിടെ. ഇതാണ് JPSൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. ആ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കാകെ 2 ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എക്സാംസിലൂടെ സെലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു ബാച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2ാമത്തെ ബാച്ചിലേക്ക് കുറഞ്ഞ അഡ്മിഷൻസ് ആയിട്ടുണ്ട്. നമുക്കിനി കുറഞ്ഞ സീറ്റുകൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് JPSനെ ചൂസ് ചെയ്യണം? അതിനുള്ള മറുപടിയാണ്, കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നമ്പർ കുട്ടികളിൽ നിന്ന് ഏറ്റവും നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത സ്ഥാപനം തന്നെയാണ് JPS. ഇവിടെ ആദ്യ റാങ്കുകളിലേക്ക് തന്നെ, കേരളത്തിൽ ആദ്യ റാങ്ക് എന്ന് പറയുമ്പം ആദ്യത്തെ 10 റാങ്കുകൾക്കുള്ളിൽ JPSൻ്റെ ഒരു കുട്ടി കഴിഞ്ഞ വർഷം എത്തി. അതും 200 കുട്ടികളിൽ നിന്ന്. ആലോചിച്ച് നോക്കണം, പുറത്ത് ആയിരക്കണക്കിന്, 10,000-കണക്കിന്, 30,000-കണക്കിന് കുട്ടികൾ എക്സാം എഴുതുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് റിസൾട്ടുകൾ വരുമ്പോൾ ആകെ 3 സ്ഥാപനത്തിൽ മാത്രമേ കേരളത്തിൽ 10നുള്ളിൽ റാങ്ക് ഉള്ളൂ. അതിലൊന്ന് JPS. ഒന്ന് ആലോചിച്ച് നോക്കണം. 50ന് മുകളിൽ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളുള്ള ഈ കേരളത്തിൽ, നമ്മുടെ മലബാർ ഏരിയയിൽ മാത്രം 40ന് മുകളിൽ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളുണ്ട്. എന്നിട്ട് പോലും അതിൽ നമ്മുടെ കൊയിലാണ്ടിയിലിരിക്കുന്ന ഈ കുഞ്ഞു സ്ഥാപനമായിട്ടുള്ള ഡോക്ടർ JPS ക്ലാസ്സിന് ആദ്യത്തെ 10നുള്ളിൽ ഒരു റിസൾട്ട് 7ാമത്തെ റാങ്കുമായിട്ട് ജിയാദ് എന്ന് പറയുന്ന ഒരു വണ്ടൂരുകാരൻ എത്താൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ, അത്രയും കഷ്ടപ്പെട്ട് അത്രയും എഫേർട്ട് എടുത്ത് ഒരു മോന് പഠിച്ച് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ അത് JPSൻ്റെ ടീച്ചേഴ്സിൻ്റെയും ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെയും വന്ന് പഠിച്ച ജിയാദിൻ്റെ കഴിവും കൊണ്ട് മാത്രമാണ്. 23ാം റാങ്കും 91ഉം 93ഉം പോലുള്ള കേരളത്തിലെ ടോപ്പ് റിസൾട്ടുകൾ JPSന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ ഇതൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട സംഭാവനകൾ തന്നെയാണ്. ഇതിനു മുന്നുണ്ടായിരുന്ന വർഷങ്ങളിൽ OBC റാങ്കുകൾ 6ഉം 20ഉം JPSന് കിട്ടിയിട്ടുണ്ട്. ആ വർഷം തന്നെ OBC റാങ്കുകളിൽ 6ഉം 20ഉം കൂടാതെ ജനറൽ കാറ്റഗറി 20 റാങ്കും 55 റാങ്കും അതും JPSന് സ്വന്തം തന്നെയാണ്. അപ്പോൾ ഇത്രയും നല്ല റിസൾട്ടുകൾ നമ്മുടെ സ്ഥാപനത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ വർഷത്തെ കാറ്റഗറി റാങ്കിൽ 20 റാങ്ക് അതും നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ OBC കാറ്റഗറിയിൽ 3ാമത്തെ റാങ്ക് അതും നമ്മുടെ JPSന് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ കുഞ്ഞു സ്ഥാപനത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇത്രയും അത്രയും വലിയൊരു റിസൾട്ട് ഉണ്ടാവുന്നു പലരും ചിന്തിക്കുന്നുണ്ട്. പലരും അറിയാതെ പോകുന്നു നമ്മുടെ ഈ കുഞ്ഞു സ്ഥാപനത്തിനെ.
കാരണം പരസ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാപനമല്ല JP's. നമ്മുടെ സർക്കിളിൽ മാത്രം നമ്മുടെ കുട്ടികളിലൂടെ അവരുടെ ഫീഡ്ബാക്കിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു സ്ഥാപനം തന്നെയാണ് ഇവിടെ. ഈ സ്ഥാപനത്തിൽ വരുന്ന നിങ്ങൾ ഓരോ പാരൻസിനും ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ട് ഇവിടുത്തെ കുട്ടികൾ നല്ലത് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്താൽ മതി. കാരണം ഞങ്ങൾക്ക് 100% ഉറപ്പാണ് ഞങ്ങൾ എന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്താണ് JP's, എന്താണ് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓരോ സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതിലൂടെ തന്നെയാണ് ഞങ്ങളുടെ റിസൾട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ കുട്ടീനെ 11th ഞങ്ങൾക്ക് തരുമ്പോൾ ഒരാഴ്ചയിൽ അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പോലെയുള്ള 4 സബ്ജക്റ്റുകളും ഒരേപോലെ തന്നെ അവരെ പഠിപ്പിച്ച് കൊടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി ആഴ്ചയിൽ അവർക്ക് ആ ഒരാഴ്ചയിൽ പഠിച്ച സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊരാഴ്ചയിൽ ഇപ്പം മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്, സാറ്റർഡേ സൺഡേ ഓഫ്, ദെൻ മൺഡേ ഈ മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെയും എക്സാം, then അതുപോലെ തന്നെ വീണ്ടും മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്, അടുത്ത മൺഡേ ഈ ആഴ്ചയിൽ പഠിച്ച മുഴുവൻ ചാപ്റ്ററുകളുടെ എക്സാം. അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ ഒരു മാസം പഠിച്ച മുഴുവൻ കാര്യങ്ങൾ ഒരു മെഗാ ടെസ്റ്റ് ആയിട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ ഒരു ഗ്രാൻഡ് മെഗാ ടെസ്റ്റ്. ഇങ്ങനെ നമ്മൾ ആദ്യത്തെ 4-4.5 മാസം കൊണ്ട് മുഴുവൻ ചാപ്റ്ററുകളും തീർത്ത് കുട്ടികൾക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. എൻട്രൻസിൽ അവർ ഏത് രീതിയിൽ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ആ രീതിയിൽ തന്നെ നന്നായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ബോർഡ് എക്സാമിനൊപ്പം തന്നെ എൻട്രൻസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് 12th കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ നേരെ പോകുന്ന പ്രൊഫഷണൽ കോഴ്സുകളിലേക്കാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ ഒരുക്കി കൊടുക്കുന്ന ബാച്ചാണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച്. ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലൂടെ ഈ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ടുകൾ സമ്മാനിക്കാനായിട്ട് JP's ഒരുങ്ങുകയാണ്. ഇനി വീണ്ടും മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഏറ്റവും നല്ല റിസൾട്ടുകൾ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തതിന് പകരം ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ നിന്ന് ഉണ്ടാക്കാനാണ് JP'സിൻ്റെ ശ്രമം. വരുന്ന വർഷങ്ങളിൽ സിംഗിൾ ഡിജിറ്റ് റാങ്കുകൾക്കായിട്ട് JP's തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ നിങ്ങളുടെ കുട്ടികൾ ഇതുപോലെ ഏറ്റവും നല്ല റിസൾട്ട് ആഗ്രഹിക്കേണ്ടതാണെങ്കിൽ 10,000 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന, 30,000 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന, 5,000 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യാതെ കുറഞ്ഞ കുട്ടികളെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ പൾസ് അറിഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപകരിലൂടെ അവരുടെ ബുദ്ധിമുട്ട് എന്താണോ ഓരോ കുട്ടീനെ പേഴ്സണലി അറിഞ്ഞുകൊണ്ട് പേഴ്സണലി മെൻറ്ററിങ് കൊടുത്തുകൊണ്ട് ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ കുട്ടികൾ വേണ്ട കാര്യങ്ങൾ എവിടെ കുറഞ്ഞു പോകുന്നു, എവിടെയാണ് അവൻ്റെ നെഗറ്റീവ് വരുന്നത്, എവിടെയാണ് അവൻ വീക്കായിട്ടിരിക്കുന്നത് ആ ഏരിയനെ മനസ്സിലാക്കിക്കൊണ്ട് അവനെ കൂടെ നിർത്തി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു അധ്യാപകരും ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഇനി എന്തിനാണ് മടിച്ചിരിക്കുന്നത്? വേഗം പോന്നോളൂ JP'സിലേക്ക്. ഇൻ്റഗ്രേറ്റഡ് ഇനി വേറൊരു ഓപ്ഷൻ നമുക്കില്ല. കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JP'സിലാണ്. വന്നോ, ഇനി ആലോചിക്കേണ്ട, മടിച്ചു നിൽക്കേണ്ട, വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. നമുക്ക് കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ. ഓക്കെ.